നമസ്കാരം, മ്യൂസിക്കേഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 16ാമത്തെ ലെസനാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ. അത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന അതേ സ്റ്റൈലാണ് എൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. 1 2 3 1 2 3 1 2 3 ഈ രീതിയിലാണ് നമ്മളത് കൗണ്ട് ചെയ്യുന്നത്. 3 4 എന്നുള്ള താളത്തിലാണ് അത് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 2 3 1 2 3 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഏതാണ് സ്കെയിൽ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇത് ഏതാ സ്കെയിൽ നമ്മളെങ്ങനെ നോക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ചോദിക്കുകയാണ്. ഇത് ഏത് സ്കെയിലാണ് ഈ ലെസൺ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഓക്കെ, മാക്സിമം നിങ്ങളെല്ലാവരും എഫ് എന്ന് തന്നെ, എഫ് മേജർ എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അറിയാതെ മറ്റു സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കീ സിഗ്നേച്ചർ നോക്കുക. സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിട്ടുള്ള കീ സിഗ്നേച്ചർ നോക്കുക. എഫ് മേജർ തന്നെയാണ് കേട്ടോ. ഇനി ഇതിൽ നമ്മൾ ഇത്രയും നാളും കാണാത്ത വേറൊരു പാറ്റേൺ ഇതിനകത്ത് കാണണം. ലൈനിൻ്റെ മുകളിലൂടെ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടൊരു ലൈൻ കൊടുത്തിട്ടുണ്ട് നോട്ടിനകത്ത്, ഇല്ലേ? അതെന്താണെന്ന് മനസ്സിലായോ? നമ്മളിപ്പോൾ വയലിനൊക്കെയാണ് സ്ലർ എന്ന് പറയും, ഒറ്റ ബോല് വായിക്കുന്ന സ്ലർ എന്ന് പറയും. ഇതിനെ നമ്മൾ സ്ലർ എന്നല്ല പറയുക, ഇതൊരു ഫ്രേസ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമ്മളൊരു സെൻറ്റൻസ്, നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് നമുക്ക് ഓരോ സെൻറ്റൻസായിട്ട് നമ്മൾ ഓരോ വാക്കുകൾ പറഞ്ഞ് പഠിക്കുന്നുണ്ട്, അല്ലേ? അതുപോലെ ഒരു മ്യൂസിക്കിൻ്റെ ഒരു സെൻറ്റൻസാണ്. അതായത് നമ്മളൊരു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈൻ വരയ്ക്കും നമ്മൾ ഒറ്റ ശ്വാസത്തിൽ പാടുന്ന പോലെ ഇങ്ങനെ നിർത്താതെ പ്ലേ ചെയ്യുന്ന ഒരു പാറ്റേണാണ് അത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത്രയേ ഉള്ളൂ, വേറൊന്നുമല്ല. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കൗണ്ട് ചെയ്യണത് 1 2 3 1 2 3. ലാസ്റ്റ് ബാറിൽ വരുന്ന സി എന്നുള്ള നോട്ട് 3 ബീറ്റ്സ് ആണ് കേട്ടോ. 3 ബീറ്റ് ലെങ്ത്ത് നിൽക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ബാർ ലെഫ്റ്റ് ഹാൻഡ്, സെക്കൻഡ് ബാർ റൈറ്റ് ഹാൻഡ്, തേർഡും ഫോർത്തും ലെഫ്റ്റ് ഹാൻഡാണ് വരുന്നത്. എഫ് എ സി ഡി ഇ എഫ്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ഇവിടെ ബി ഫ്ലാറ്റ് ആണ് കേട്ടോ. നമ്മൾ അറിയാതെ മറ്റു ബി വെച്ച് പോകരുത്. ഒന്നുകൂടെ പ്ലേ ചെയ്യാം. ഇത് കൗണ്ട് ചെയ്യാൻ എങ്ങനെയാണ്? 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3. കണ്ടില്ലേ? ആ ലാസ്റ്റ് നമ്മൾ സി എന്ന് വായിക്കുമ്പോൾ തന്നെ അതൊരു ഒരു ഒരു സെൻറ്റൻസ് പോലെ നിൽക്കുന്നുണ്ട്. ബാക്കി എവിടെ നമ്മൾ ഒരു ശ്വാസം ഇല്ലാതെ ശ്വാസം നിർത്തി പാടുന്ന പോലെയാണ്, അല്ലേ? ഒറ്റ ശ്വാസത്തിൽ പാടില്ലേ, അതുപോലെയാണ് വരുന്നത്, അല്ലേ? അതാണ് ആ ലൈൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഓക്കെ, നമുക്ക് സെക്കൻഡ് ലൈൻ നോക്കാം. സെക്കൻഡ് ലൈനും ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ലൈൻ വായിച്ച പോലെ തന്നെയാണ്. 2 ബാർ സെയിം തന്നെയാണ്. തേർഡും ഫോർത്തും മാത്രമേ ചെറിയ വ്യത്യാസമുള്ളൂ കേട്ടോ. അവിടെ ലാസ്റ്റ് ബാറിൽ വരുന്ന എഫ് എന്നുള്ളത് നമ്മൾ ഈ ഫോർത്ത് ഫിംഗർ വെച്ചിട്ട് തന്നെ വായിക്കാം. സെക്കൻഡ് ലൈൻ സെയിം എഫ് എ സി ഡി ഇ എഫ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയല്ല അല്ലേ? വളരെ ഈസിയാണ് കേൾക്കാൻ. നല്ലൊരു മെലഡി ആയിട്ട് തോന്നുന്നു നമുക്ക് കേൾക്കുമ്പോൾ തന്നെ. അപ്പോൾ നമുക്കൊന്നുകൂടെ അത് വായിക്കാം, ഫുള്ളായിട്ട് വായിക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ 16 പേജ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ എല്ലാം. ഇപ്പോൾ നമ്മൾ രണ്ട് പേജ് ആയിട്ടാണ് കേട്ടോ. എഫ് മേജർ ഇപ്പോൾ രണ്ട് ക്ലാസ് ആയിട്ടുള്ള എഫ് മേജർ. അതിന് മുമ്പെല്ലാം നമ്മൾ സി മേജറാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, കീ സിഗ്നേച്ചർ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ടൈം സിഗ്നേച്ചർ, താളമൊക്കെ വരുന്നതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ വരികയാണെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.